1 കൊല്ലം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞ് 10 കൊല്ലമായില്ലേ എന്ന് ചോദിച്ചാൽ ആ സഹായിച്ച മനുഷ്യനോട് ശത്രുത ഒരാളിൻ്റെയും വേണ്ട. മരണത്തിന് മുമ്പ് ഹക്കടപാടുകൾ വീട്ടണമെന്ന ബോധ്യം മനുഷ്യർക്ക് വേണമെന്ന മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകിച്ചും. തങ്ങൾ മയ്യത്ത് നിസ്കരിക്കാതെ മയ്യത്തിനെ മാറ്റിവെച്ചത് കടമുണ്ടായതിൻ്റെ പേരിലാണ്. നമ്മൾ വല്ലാണ്ട് പേടിക്കണമത്. ഇന്ന് കടം കൊടുത്ത ആൾക്കാർക്കാണ് പേടി, വാങ്ങിയവർക്ക് ഒരു പേടിയില്ല, ഒരു കൂസലില്ലാണ്ട് നടക്കുക. പൈസ കൊടുത്ത ആള് പൈസ തരാനായില്ലേ എന്ന് ചോദിച്ചാൽ അയാളെ തട്ടിക്കളയും. സുബ്ഹാനല്ലാഹ്. ഇവൻ കുടുങ്ങിയ നേരത്ത് അവനെ കാശ് കൊടുത്ത് സഹായിച്ച ഈ മനുഷ്യൻ എൻ്റെ പൈസ തിരിച്ചു തരാൻ 1 കൊല്ലം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞ് 10 കൊല്ലമായില്ലേ എന്ന് ചോദിച്ചാൽ ആ സഹായിച്ച മനുഷ്യനോട് ശത്രുത. ഇത്രയും നന്ദി കെട്ടവരായി മനുഷ്യൻ മാറുകയാണ്. എത്ര വലിയ നന്ദികേടാണ്. ഒരാൾക്കും ഒരാളെ സഹായിക്കാൻ പോലും തോന്നാത്ത വിധം നമ്മുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് നമുക്ക് ഹലാലായ വഴികൾ അല്ലാഹു അടച്ചു വെക്കുകയും നിർബന്ധിതമായും മനുഷ്യൻ പലിശയിലേക്കും വായ്പ പണത്തിലേക്കും പോകേണ്ട വിധം നമ്മുടെ മുമ്പിൽ വഴികൾ അടഞ്ഞത് ഒരുപക്ഷെ നമ്മുടെയൊക്കെ പെരുമാറ്റ ദൂഷ്യം കൊണ്ടാകില്ലയോ? മുതലാളിമാർക്ക് കടം കൊടുക്കാൻ ധൈര്യമില്ല. എന്തേ? അതുവരെയുള്ള ചങ്ങാത്തം കടം കൊടുക്കുന്നതോടുകൂടെ തീരും. പിന്നെ കടം കൊടുത്ത ആള് മുതലാളി ഈ സാധുവിൻ്റെ ശത്രുവാണ്. അങ്ങനെയാണോ വേണ്ടത്? അയാളൊരു ഉപകാരം ചെയ്ത മനുഷ്യനല്ലേ? അയാൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതിന് പകരം, ആ ഉപകാരത്തെ നന്ദിയോടെ ഓർക്കേണ്ടതിന് പകരം ആ ആളുകളൊക്കെ നമ്മൾ പഴിചാരുകയാണല്ലേ? ഇതൊക്കെ അന്യായമാണ്. മനസ്സിന് വേദന വരും. നമുക്ക് അന്നവും വെളിച്ചവും വെള്ളവും തന്ന് വളർത്തി വലുതാക്കിയ ഒരുപക്ഷെ നമ്മുടെ മുതലാളിയായിരിക്കാം, നമ്മുടെ ഗുരുനാഥനാവാം, നമ്മൾ പഠിച്ച സ്ഥാപനമാകാം, നമ്മുടെ മാതാപിതാക്കളാകാം, നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള നമ്മുടെ സുഹൃത്തുക്കളാകാം. അവരോടൊക്കെ നമ്മൾ നന്ദി ചെയ്യണ്ടേ?